ഗൈസ് നമ്മൾ വെക്കേഷനായിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് വെക്കേഷൻ ആകുമ്പോഴേ മറ്റേത് പിള്ളേരെ കൊണ്ടാക്കാൻ പോവുകയും പിന്നെ വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നല്ലോ. ഇപ്പം ആ ഒരു രാവിലത്തെ ടൈം നമുക്ക് കുറച്ച് കൃഷിക്കായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളിവിടെ കൂവക്കിഴങ്ങ് വെച്ചിരിക്കുകയാണേ. കൂവക്കിഴങ്ങ് വെച്ചിട്ട് കുറച്ച് ദിവസമായി. നമ്മളൊരു 10 മൂട് വെച്ചതാണ്. ഇപ്പോൾ ഇതിനകത്തൊരു 6 മൂട് നമുക്ക് എന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. അതേപോലെ നമുക്കിവിടെ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിചാരിച്ചു കുറച്ച് സ്പേസ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തെടുത്ത് നമുക്കിവിടെയൊക്കെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇവിടെ മാങ്ങ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് ഒട്ടുമാങ്ങയാണ്. ഇതിങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് നിപ്പുണ്ട് മാവിനകത്ത്. അതിങ്ങനെ പഴുത്ത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും മാംഗോ ജ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പഴുത്ത മാങ്ങ ജ്യൂസ് ഇന്നിപ്പം രാവിലെ കുറേ അമ്മ പറക്കി എടുത്തായിരുന്നു. ഇതിപ്പം രണ്ടാമത്തതാണ് വീഴുന്നത്. അല്ലേ, അതേപോലെ ഈ കപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ റെഡ് ലേഡിയാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്ക് വിത്തിട്ട് കിളിപ്പിച്ച് വന്നതാണ്. ഇത് ഒരു 2-3-4 മൂട് നമുക്ക് കിട്ടി. കുറേ വെച്ചതാണ്. അതിനകത്തൊരു 4-5 മൂട് നമുക്ക് കിട്ടി. കുറേ കപ്പയ്ക്ക് ഇതിനകത്ത് പിടിച്ചു കേട്ടോ. വലിയ കപ്പയ്ക്കാണ്, റെഡ് ലേഡിയാണ്, നല്ല വലുതുമാണ്. അങ്ങനെ പിന്നെ ഇതിനകത്ത് നമ്മൾ ഇത്തവണയും വിത്തെടുത്തിട്ട് ഇവിടെ വിത്തിട്ടിട്ട് കിളിപ്പിക്കുകയാണ്. വിത്തിട്ട് കിളിപ്പിച്ചതാണ്. ഇതിനകത്ത് നമ്മൾ വിത്തിട്ട് കിളിപ്പിക്കുന്നത് എപ്പോഴുമേ. അപ്പോൾ ആ വിത്തിട്ട് കിളിപ്പിച്ചതാണിത്. അങ്ങനെ അത് നമ്മൾ ഇന്നിപ്പോൾ ഈ തൈ നട്ടു. അതെ, ഇവിടെ ഈ 2 തൈ ഇന്ന് വെച്ചതാണ്. തൈ എപ്പോഴും നമ്മൾ ചരിച്ച കപ്പയ്ക്കയുടെ തൈ വെക്കുന്നത്. ചരിച്ച് വെക്കുമ്പം അത് നേരെ നിവർന്നങ്ങ് വന്നോളും. ഇങ്ങനെ വെക്കണ്ടേന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഇവിടെ 2 സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കപ്പയ്ക്ക നിപ്പുണ്ട്. ഇത് സെയിം നമ്മൾ ഈ വെച്ച സെയിം കപ്പയ്ക്ക തന്നെ അപ്പുറമൊക്കെ കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. കപ്പയ്ക്ക നല്ലതായിട്ട് പിടിച്ചായിരുന്നു. ഒരുപാട് പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു നമ്മൾ. പിന്നെ നമ്മൾ ഇപ്പം വിത്തിട്ട് കിളിപ്പിച്ച തൈയാണിത്. ഇത് വെച്ചിട്ട് കുറച്ച് ദിവസം ഇത് ഇതേണൊക്കെ ചരിച്ച് വെച്ചതാണ് ഇത്. പക്ഷേ ഇപ്പോൾ വെച്ചിട്ട് കുറേ ആയി. അത് നേരെ വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കപ്പയ്ക്കെന്ന് പറയുന്നത് 2 സൈസ് ഉണ്ടല്ലോ, ആണും പെണ്ണും കാണും. അപ്പോൾ നമുക്ക് ഏതാണ് കിളിച്ച് വരുന്നത്. ഇതേണക്ക് നമ്മൾ കഴിഞ്ഞ വട്ടം വെച്ചത് 2 ടൈപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കിട്ടാതെ പോയത്. ആൺകപ്പയ്ക്കാണെങ്കിൽ വെറും പൂ മാത്രമല്ലേ വരത്തുള്ളൂ, കായ്ക്കില്ലല്ലോ. ഇപ്പോൾ ഇതിപ്പം നമുക്ക് ഇച്ചിരി ആയി വരുമ്പോഴേ അറിയാൻ പറ്റും ഏത് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തവണ എന്തായാലും കൃഷി തുടങ്ങാൻ തന്നെ വിചാരിച്ചിരിക്കുക. ഇതും അതേ കണക്കിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചായതേ ഉള്ളൂ. ചരിച്ച് വെച്ചതാണ്. ഏട്ടനാണ് കൃഷിയുടെ ആള്. പിന്നെ ഈ കറിവേപ്പൊക്കെ നമ്മുടെ ഈ ഉണക്കായപ്പോൾ വെയിലായപ്പോഴത്തേക്കും എല്ലാം അങ്ങ് കരിഞ്ഞു പോയതാണ് കേട്ടോ. അത്ര വെയിലല്ലായിരുന്നു. പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിപ്പം ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 10 മണിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ പിന്നെ അത് ഇവിടെ എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വളമുള്ള മണ്ണാണ് കേട്ടോ. നമ്മൾ എല്ലാം മുട്ടത്തോടും ഉള്ളിയുടെ വേസ്റ്റും പച്ചക്കറികളുടെ വേസ്റ്റും എല്ലാം ഇവിടെ കൊണ്ടുവന്നിടും. കാരണം ഇവിടെ ഈ ഒരു റോസ വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും റോസ് ഇതിൽ പിടിക്കുമായിരുന്നു. ഈ വെയിൽ ഉണക്കൊക്കെ ആയതിനു ശേഷമാണ് ഇതിനകത്ത് ശോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളതെല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പച്ചക്കറി വേസ്റ്റും നമ്മൾ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കിളിച്ച് വന്നതാണത് ഈ കാണുന്ന പയർ. അതേപോലെ ഇവിടെ വെള്ളരിയുടെ നിപ്പുണ്ട്. ഇവിടെ എല്ലാം വെള്ളരി, മത്തൻ, ഇതെല്ലാം ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ തക്കാളി, ഇതൊക്കെ തനിയെ കിളിച്ച് വന്നതാണ്. നമ്മൾ കൃഷിക്കായിട്ട് ഇട്ടതൊന്നുമല്ല, പക്ഷേ തനിയെ കിളിച്ച് വന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി നട്ട് കൃഷി ചെയ്തെടുപ്പിക്കാമെന്ന് വിചാരിക്കുക. കാരണം എല്ലാം ഉണ്ട്. പയറുണ്ട്, തക്കാളി ഉണ്ട്, വെള്ളരിയുണ്ട്. വെള്ളരിയൊക്കെ ഒരുപാട് കഴിഞ്ഞ വട്ടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം അപ്പുറത്തെ സൈഡിൽ ഒരുപാട് വെള്ളരി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുമുണ്ട്. കുറേ വെള്ളരി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടിയുണ്ട്. ഇവിടെ കുറേ ടൈപ്പ് റോസുണ്ട്. റോസാപ്പൂവുണ്ട്, പിങ്ക് പനിനീർ റോസ് ഉണ്ടല്ലോ, പനിനീർ റോസുണ്ട്.
വൈറ്റ് റോസ് ഉണ്ട്. ഈ പനിനീറിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്. ഇത് റെഡാണ്. അപ്പോൾ അതിനകത്തൊന്നും പൂവില്ല. പൂ ഇന്നില്ല, പൂ ഉണ്ടായിരുന്നു. പിന്നെ മുളക് കൃഷി കണ്ടേ. ഇങ്ങോട്ടിത് മത്തനാണ്. ഇതെല്ലാ വട്ടം ഇങ്ങനെ പിടിക്കും കേട്ടോ. പക്ഷേ ഇതിനകത്ത് പൂ വരും, കായ്ക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. കായ് ഇതുവരെ വന്നിട്ടില്ല. പൂ വരുന്നുണ്ട്. മത്തനാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മുളക്. ഇത് കാന്താരിയാണ്. നമുക്ക് മുമ്പ് ഞാൻ കാന്താരിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാന്താരി എല്ലാം ഉണങ്ങിപ്പോയായിരുന്നു. ഇതിപ്പം അതിനകത്തുനിന്ന് എടുത്ത തൈയാണ്. അപ്പോൾ ആ കാന്താരി ഉണ്ട്. പിന്നെ നമ്മുടെ പാൽമുളക് കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. പാൽമുളകൊക്കെ കുറേ പിടിച്ചായിരുന്നേ. ഉണക്കായപ്പോൾ എല്ലാം നശിച്ചതാണ്. ഇത് നിറച്ച് പിടിച്ചായിരുന്നു. ഇത് ഫ്രണ്ട് സൈഡിലാണ്, ബാക്ക് സൈഡിൽ വേറെയും ഉണ്ട്. ഇതൊക്കെ പിടിച്ച് ഇപ്പോൾ പഴുത്തു, ഉണങ്ങി നിൽക്കുകയാണ്. ഇത് നല്ലതായിട്ട് പിടിച്ചതുമുണ്ട് കണ്ടോ. അപ്പോൾ ഉണക്കായപ്പോഴത്തേക്ക് എല്ലാം കുറച്ച് നമുക്ക് ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേ. എല്ലാവർക്കും ഇച്ചിരി വെള്ളം ഒഴിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ മഴയൊക്കെ പിടിച്ച് പിന്നെ നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മുല്ലപ്പൂ നമുക്ക് കുറേ നാളായിട്ട് മുല്ലയുടെ കൃഷിയുണ്ട്. മുല്ലയുടെ കൃഷിയല്ല, മുല്ലയുടെ തൈ ഉണ്ട്. പക്ഷെ ഇതുവരെ അതിനകത്ത് പൂ പിടിച്ചിട്ടില്ല. ഇത്തവണ നമ്മളെ കുംഭത്തിലൊരു മഴ പെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇത്തവണ നല്ല രീതിയിൽ ശരിക്കും മുല്ലപ്പൂവാണ് ഇതിനകത്ത് പിടിച്ചത്. ഇപ്പോൾ കുറേ തീരാതായി പിടിച്ച് എനിക്കൊന്ന് ഒരു ടൈം കഴിയാറായോ എന്നറിഞ്ഞില്ല. പക്ഷെ അത് ഒരുപാട് പിടിച്ചായിരുന്നു ഇത്തവണ. ഈ ഒരു ഫ്രണ്ടിൽ മാത്രം. ഇത് നമ്മുടെ ഒരു സൈഡാണ് വീടിൻ്റെ. ഇവിടെ ഒരുപാട് പിടിച്ചായിരുന്നു. കുറേ പിടിച്ചത്. നമുക്കിവിടെ പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അല്ലെങ്കിൽ പിടിച്ച് തലയിലൊക്കെ വെച്ച് കെട്ടി കൊടുക്കാമായിരുന്നു. പിന്നെ ദൈവവും ചാരുമൊക്കെ അങ്ങായതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പാടാണല്ലോ. ഇവിടെ പിന്നെ ഈ ബാക്കിലോട്ടൊക്കെ കൃഷിക്കുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് സപ്പോട്ട മരമൊക്കെ നമുക്കുണ്ട്. സപ്പോട്ടയുണ്ട്, മുട്ടപ്പഴമുണ്ട്, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ കപ്പയ്ക്ക പല ഡിഫറൻറ്റ്. ഇവിടെ എല്ലാവർക്കും കപ്പയ്ക്ക ഇഷ്ടമാണ് കേട്ടോ. പല ടൈപ്പിൽ കപ്പയ്ക്കയുണ്ട്. പിന്നെ അങ്ങുമായിട്ട് കോവയ്ക്കയും ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട്. കോവയ്ക്കൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ കോവയ്ക്കൊന്നും നമ്മൾ കിളിപ്പിച്ചതൊന്നുമല്ല. അതൊക്കെ തനിയെ അതിൻ്റെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ വിത്ത് ശരിപ്പിട്ടിട്ടില്ല. നമ്മളെ വിത്തുണ്ടല്ലോ, നമ്മൾ വാങ്ങിക്കുന്ന കോവയ്ക്കയിലെ വിത്തും വേസ്റ്റും ഒക്കെ വരുന്നത് ഇതൊക്കെ കിളിച്ച് വരുന്നതാണ് കേട്ടോ. കോവയ്ക്കെല്ലാം നിൽക്കുന്നതെല്ലാം കോവയ്ക്കാണ്. അങ്ങോട്ട് അത്യാവശ്യം ഒരു പച്ചക്കറി തോട്ടം നമ്മൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടൊക്കെ നമ്മൾ അങ്ങനെ എപ്പോഴും വരത്തില്ല, അതാണ് പ്രശ്നം. ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പം ഈ ഉണക്കത്ത് ഇവിടെയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഈ കുംഭത്തിലൊരു മഴ പെയ്തപ്പോൾ എല്ലായിടവും പെട്ടെന്ന് കയറി അങ്ങ് പോച്ചയൊക്കെ പിടിച്ച്. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ, വീട്ടിൻ്റെ ബാക്ക് സൈഡാണ്. പിന്നെ ഇലിമ്പിക്കയൊക്കെ ഉണ്ട്, ധാരാളം ഇലിമ്പിക്കയുണ്ട്. ശരിക്കും ഇലിമ്പിക്ക പിടിക്കും. അതിന് എനിക്കൊന്നും സീസണൊന്നുമില്ല, എപ്പോഴും ഇതിനകത്ത് ഇലിമ്പിക്ക കാണും. മരം നല്ല വലുതായി. ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ, ചെറിയ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം മാവ് നിൽപ്പുണ്ട്. ഒട്ടുമാങ്ങയാണ് കേട്ടോ, ഇവിടെ എല്ലാം നിൽക്കുന്ന ഒട്ടുമാങ്ങ തന്നെ. അപ്പോൾ ഇവിടെ എല്ലാം നിൽപ്പുണ്ടല്ലോ, ഇങ്ങനെ പഴുത്ത് വീഴുമ്പോൾ നമ്മൾ പിച്ചു. എന്തായാലും മഴ സമയത്തിനൊക്കെ മുന്നേ വിളഞ്ഞതുകൊണ്ട് പുഴുവൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അങ്ങ് പുഴുവൊക്കെ ആവും. ഇത്രയൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ പ്ലാനിങ്. ഇനി അത് പ്ലാനിങ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ ഈ വാഴയൊക്കെ എന്ന് പറയുന്നത് ഇവിടെ അച്ഛനുള്ള സമയത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അച്ഛനുള്ള സമയത്ത് നമ്മൾ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അന്നൊന്നും നമ്മൾ ഈ ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല. അച്ഛനുള്ള സമയത്ത് ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. പയർ, പാവയ്ക്ക, പടവലങ്ങ, അങ്ങനെ ഒരുപാട് കൃഷി അച്ഛൻ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ചീനി ഇടുമായിരുന്നു സീസൺ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ വെച്ചതാണ് വാഴകളെല്ലാം. ഇവിടെ സൈഡിൽ നിൽക്കുന്നത് കൂടുതലും ഞാലി, പടത്തി പോലുള്ളതാണ്. പിന്നെ ഫ്രണ്ടിൽ കുറേ ചിങ്ങമ്പഴമൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ എടുക്കുക ചെയ്യുന്നത്, കച്ചവടമൊന്നും ചെയ്യാറില്ല. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്.
ഇങ്ങനെ ഈ കപ്പയ്ക്കെന്ന് പറഞ്ഞാൽ ഏട്ടനെ കപ്പയ്ക്ക് നമ്മുടെ മറ്റേ റെഡ് ലേഡി തന്നെയാണ്. അപ്പോൾ ഇത് ഒരു യൂട്യൂബിനകത്തൊക്കെ തന്നെ ഓരോന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 ബ്രാഞ്ചായിട്ട് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിപ്പം കിളിച്ച് വരുന്നുണ്ട് 2 ബ്രാഞ്ചായിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. റെഡ് ലേഡി തന്നെയല്ലേ ഇതും? ഇത് റെഡ് ലേഡി തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതാണ്ടേ പറങ്കിമാവ് നിൽപ്പുണ്ട്, കശുമാവ് പൂത്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ. ചിലയിടത്തൊക്കെ പിടിച്ചു കേട്ടോ ഇത്തവണ. സാധാരണ ഈ സമയത്തൊക്കെ ഒരുപാട് പിടിക്കുന്നു, ഇത്തവണ പിടിക്കുന്നില്ല അല്ലേ? ചൂടായതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്തവണ കുറവാണ്. മറ്റേത് ഈ സമയത്ത് ഒരുപാട് പിടിക്കുന്നതാണ്. ഈ കശുമാവ് പിടിച്ചു കഴിഞ്ഞാൽ, കശുവണ്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാറുണ്ട് കേട്ടോ. ഇവിടെ ആൾ വരും അത് എടുക്കാനായിട്ട്. പക്ഷെ ഇത്തവണ എന്തോ പൂത്ത് നിൽപ്പുണ്ട്, അങ്ങോട്ട് വലുതായിട്ട് പിടിച്ചില്ല. പിന്നെ നെല്ലി മരമുണ്ട്, നെല്ലിക്കയെല്ലാം പൂത്ത് തുടങ്ങുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. നമുക്ക് സ്പേസ് ഉണ്ട്, കൃഷി വേണമെങ്കിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇനി കുറേശ്ശൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. നീ സ്കൂളും ക്ലാസ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പം വെക്കേഷനല്ലേ, അപ്പോൾ എന്തായാലും ചെയ്ത് തുടങ്ങണം. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഇതിലങ്ങ് പോകുമല്ലോ, ആ ഒരു ഫ്ലോയിലങ്ങ് പോകും. ഇനി ബിസി ആയാലും നമ്മൾ അതിനകത്ത് എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ അങ്ങ് പോവാം.